കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ പുതിയൊരു ISL സീസണിന് വേണ്ടി ഒരുങ്ങി വരികയാണ്. ആ ഒരു സമയത്താണ് ആരാധകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില വൈകാരികമായിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്ക് താരമായിട്ടുള്ള കഴിഞ്ഞൊരു സീസണിന് ശേഷം പുതിയൊരു സീസണിന് വേണ്ടി ഏറ്റവും പ്രതീക്ഷയോടെ കൊണ്ടുവന്നിട്ടുള്ളൊരു താരമാണ് അമേർ അനാവഡെ. ഇദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പോലും അറിയാതെ ഇദ്ദേഹത്തെ റിലീസ് ചെയ്ത് ലോണിൽ മോഹൻ ബഗാനിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് ഇതുവരെ ആരാധകർക്ക് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. എന്നെപ്പോലെ തന്നെ ഒരുപാട് ആരാധകർ ഈ ഒരു കേസിൽ ഫസ്റ്റ് ആണെന്ന് എനിക്കറിയാം. ഇത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സാണ്, ഇതിങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ റൈറ്റ് ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അമേർ അനാവഡെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ഓപ്ഷണലായിട്ടുള്ളൊരു പ്ലെയർ. ഇനിയിപ്പോൾ അതിന് ബാക്കപ്പ് ആയിട്ട് ഇനി ആരാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ സന്ദീപ് സിംഗ് അല്ലെങ്കിൽ ഐവാൻ ഡോക്ലി. ഇവർ ഒരു ബാക്കപ്പ് പ്ലേയേഴ്സാണ്. ഇവർക്കൊരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അവിടെ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നമുക്ക് നൽകാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെ ആ ഒരു പൊസിഷനിൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഇനിയൊരു സ്കൗട്ടിങ് നടത്തിയേ മതിയാവും. ഇനിയിപ്പോൾ സൈനിങ് ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ള കാര്യം പോലും സംശയമാണ്. ഇപ്പം നമ്മൾ പറയുന്ന വിഷയം അതല്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലത്തെ ആ ഒരു സ്ക്വാഡ് വെച്ചിട്ട് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി തന്നെ ആ ഒരു ട്രെയിനിങ് അൺഫിൽറ്റേർഡ് വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചെകഞ്ഞെടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ചില ഇൻറ്റൻറ്റുകൾ, ആ ഒരു ഗെയിം സ്റ്റൈലും ആ ഒരു പാറ്റേൺ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഡീകോഡിങ് അനാലിസിസാണ് നമ്മൾ ഇന്നത്തെ കൂടി ചെയ്യാൻ പോകുന്നത്. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഓൾറെഡി 5 വിദേശ താരങ്ങളെ ഇപ്പോൾ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ വിദേശ താരങ്ങൾ ആരുമില്ല. അപ്പോൾ ആ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ നിന്നും നമുക്ക് കിട്ടിയ ചില വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം എന്ന് പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു പാറ്റേൺ ഓഫ് ഗെയിം പ്ലേ. അപ്പോൾ ആ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ കൂടുതലും ഡിഫെൻസീവ് മിഡിൽ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ സ്ട്രാറ്റജീസ് വർക്കൗട്ട് ആവുന്നത്. അതായത് ഡിഫെൻസീവ് മിഡിൽ നിന്നും ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സൈഡ് സ്ക്രീനിൽ കാണുന്ന വിഷ്വലിൽ പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഫ്രെഡി നേരെ വിങ്ങിലേക്ക് സ്വിച്ച് ചെയ്ത് ഒരു ഡയഗണൽ പാസ് കൊടുക്കുന്നത് നമ്മുടെ കൊറോ സിംഗിലേക്കാണ്. കൊറോ സിംഗ് 2 സ്റ്റെപ്പ് മുന്നോട്ട് കയറി കളിച്ചിട്ട് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയും തിരിച്ച് കൊറോവിലേക്ക് തന്നെ ആ ഒരു പന്ത് കിട്ടുന്നു, പിന്നെയും മധ്യനിരയിലേക്ക് പന്ത് കൊടുക്കുന്നത്. അങ്ങനത്തെ ആ ഒരു സെറ്റ് ഓഫ് ഗെയിം പ്ലേ ഇപ്പോൾ അതേ സംഭവം തന്നെ വീണ്ടും റിപ്പീറ്റേഷൻ അടിച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. റൗളിംഗ് ബോർജസിലേക്ക് പന്ത് കിട്ടി ബാക്ക് പാസ് ചെയ്യുകയും തിരിച്ച് റൈറ്റ് വിങ്ങിലേക്ക് ആ ഒരു ഡെപ്ത് എടുത്ത ആ ഒരു പന്ത് റൈറ്റ് വിങ്ങിലേക്ക് നമ്മുടെ നിഹാൽ സുധീഷിലേക്ക് കൈമാറുന്നതും അവിടെ നിന്ന് ഒരു ഏരിയൽ ബോൾ ക്രോസ് ഇട്ട് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് ഗെയിം പ്ലേ ആണ് നമുക്ക് ഈ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ നിന്നും കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് മാർലോൺ റൂസ് എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിര അല്ലെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഈ ഒരു താരത്തെക്കുറിച്ചാണ്. ലൂണയുടെ ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു പൊസിഷനിൽ കളിക്കുന്നൊരു താരമാണ് ഇദ്ദേഹം. ലൂണയ്ക്ക് പകരക്കാരനായിട്ടാണ് ഈ ഒരു സീസണിൽ ഇദ്ദേഹം നമ്മുടെ ടീമിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പെർഫോമൻസ് നമ്മൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഈ ഒരു ട്രെയിനിങ് വിഷ്വൽസൊക്കെ കാണുമ്പോൾ എനിക്ക് വേണ്ടിയുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ലൂണയെ പോലെ ക്യാരി ചെയ്ത് കളിക്കുന്നൊരു പ്ലെയറല്ല. പന്ത് കിട്ടിക്കഴിഞ്ഞാൽ ക്വിക്ക്ലി പാസുകൾ നടത്തുന്ന ഒരു പ്ലെയറാണ്. ഇപ്പോൾ മുന്നോട്ട് ഒരു ഒപ്പോണൻറ്റ് ചാർജ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ടേൺ എടുത്ത് കറങ്ങുകയോ അല്ലെങ്കിൽ പന്ത് വെട്ടിയെടുത്ത് ഉള്ളിലേക്ക് കയറുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇദ്ദേഹം ക്വിക്കായിട്ട് വരുന്ന പാസുകളെല്ലാം ക്വിക്കായിട്ട് കൊടുക്കുന്ന ആ പാസിംഗ് ഒക്കെ 0 വെച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു പാസിംഗ് ആണ്. 0.1 0.2 ആ ഒരു ആംഗിൾ നിന്നിട്ടാണ് ഇദ്ദേഹം ആ ഒരു പാസിംഗ് ഒക്കെ നടത്തുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഇതും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരുപാട് മിസ് പാസുകൾ നമുക്കറിയാം കഴിഞ്ഞ സീസണുകളിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് വരുത്തി വെച്ചതാണ്. അപ്പോൾ ആ ഒരു മിസ് പാസുകളൊക്കെ ഒരു പരിധി വരെ ഇദ്ദേഹത്തെ കൊണ്ട് കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിനിങ് ക്യാമ്പ് വിഷ്വലിൽ നമ്മുടെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാല ഓടി നടന്ന് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കുന്നത് കൂടുതലായിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗളിംഗ് ബോർജസിലാണ്. റൗളിംഗ് ബോർജസിനും ഫ്രെഡിക്കും ഡിഫെൻസീവ് മിഡിൽ എന്തൊക്കെയോ ഒരു സെറ്റ് ഓഫ് ഗെയിം പ്ലാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അവിടെയാണ് കൃത്യമായിട്ടുള്ളൊരു ആൻറ്റിസിപ്പേഷൻ
താരങ്ങൾ രണ്ടുപേരും നടത്തേണ്ടത്. ഇതിപ്പോൾ ഫ്രെഡി ആണെങ്കിലും റൗളിനാണെങ്കിലും ആ ഒരു ആൻറ്റിസിപ്പേഷൻ ഇപ്പോൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്കോ അല്ലെങ്കിൽ വിങ്ങിലേക്കോ, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ കഴിഞ്ഞൊരു മറ്റേ ഗോകുലത്തിനെതിരായിട്ടുള്ള മത്സരത്തിൽ നമ്മൾ കൂടുതലായിട്ടും കണ്ടത് വിങ്ങിൽ കൂടി ആശ്രയിക്കുന്നതാണ്. അതായത് മിഡിൽ നിന്നും ഒരു ഡയഗണൽ പാസ് വിങ്ങിലേക്ക് കൊടുത്തു അവിടെ നിന്നാണ് ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതേപോലത്തെ ഒരു ഇൻറ്റൻറ്റ് ഓഫ് ഗെയിം സ്റ്റൈലാണോ ബ്ലാസ്റ്റേഴ്സ് ഫോളോ ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും അതിനി തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ രണ്ടാമതായിട്ടുള്ളൊരു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഫ്രണ്ട്ലി മത്സരം കൂടി ഇതുവരെയുള്ള കേട്ട അറിവുകൾ വെച്ചിട്ടാണെങ്കിൽ രണ്ടാമത്തെ ഒരു ഫ്രണ്ട്ലി മാച്ച് കൂടി ബ്ലാസ്റ്റേഴ്സിന് നടക്കേണ്ടതായിട്ടുണ്ട്. അതൊരു പക്ഷേ നാളെ ആയിരിക്കാം. കഴിഞ്ഞ വാർത്ത അനുസരിച്ച് ഒരു 8-ാം തീയതി ഞായറാഴ്ചയാണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മത്സരം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അറിയേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ പ്ലേയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അവർ തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിൽ തന്നെയാണ് ഏറ്റവും അധികം വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ആ ഒരു മത്സരം കാണാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരുപാട് വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഇതുവരെയുള്ള കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ഇത്രയൊക്കെ തന്നെയുള്ളൂ പറയാനായിട്ട്. അപ്പോൾ ഇനി നാളെ നടക്കാൻ പോകുന്ന മത്സരത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. മാക്സിമം ഞാൻ ഒരു മാച്ച് ലൈവ് കവർ ചെയ്യാനാണ് ശ്രദ്ധിക്കാം. കാരണം കൊച്ചിയിൽ തന്നെയാണല്ലോ മത്സരം, ഞാനിപ്പോൾ കൊച്ചിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മത്സരം കവർ ചെയ്യാനാണ് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങളിലേക്ക് ആ ഒരു വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് ആ ഒരു ലൈവ് വിഷ്വൽസ് കിട്ടുക. അപ്പോൾ എന്തായാലും അധികം പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യപ്പെടുത്താം. മറ്റൊരു ദിവസം പുതിയ എപ്പിസോഡുമായി സെനിസ് ഫുട്ബോൾ വീണ്ടും എത്താം. ബൈ.